ഏതായാലും പ്രതികൾക്ക് ജാമ്യം കിട്ടിയത് തിരിച്ചടിയായി കാണുന്നില്ലെന്ന് വിജിലൻസ് എസ് പി പറഞ്ഞു. വിജിലൻസ് നടത്തുന്നത് അഴിമതിക്കെതിരായ സന്ധിയില്ലാത്ത പോരാട്ടമാണ്. ഇഡിക്ക് നൽകിയ നോട്ടീസിന് മറുപടി കിട്ടിയിട്ടില്ലെന്നും കൂടുതൽ തെളിവുകൾ സമാഹരിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും വിജിലൻസ് എസ് പി പറഞ്ഞു. ഒന്നാം പ്രതിയായ ഇഡി ഉദ്യോഗസ്ഥനെ എപ്പോൾ അറസ്റ്റ് ചെയ്യാമെന്ന് ഇപ്പോൾ പറയാനാകില്ലെന്നും എസ് പി വ്യക്തമാക്കി. ഇല്ല, അങ്ങനെ കരുതുന്നില്ല. കാരണം നമുക്ക് ചോദ്യം ചെയ്യാൻ അവസരമുണ്ടല്ലോ. ഒരാഴ്ച നമുക്ക് സമയം തന്നിട്ടുണ്ട്, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ തന്നിട്ടുണ്ട്. അപ്പോൾ അതൊരു തിരിച്ചടിയെ കരുതുന്നില്ല. എന്താണ് യഥാർത്ഥ സത്യം എന്നുള്ളത് കൃത്യമായിട്ട് കണ്ടുപിടിക്കാനുള്ള ആത്മാർത്ഥമായ ശ്രമങ്ങൾ തുടർന്നു വരികയാണ്. അല്ല, നമ്മൾ ഇപ്പോൾ ഈ കേസിലെ പരാതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫയൽ തരാൻ വേണ്ടിയിട്ട് നമ്മൾ ഇഡിക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട്. മറുപടി കിട്ടിയിട്ടില്ല. കൊച്ചിയിൽ നിന്ന് അമൽ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. അമൽ, അതായത് ഇതൊരു തിരിച്ചടിയായി കാണുന്നില്ല എന്ന് തന്നെയാണ് വിജിലൻസ് എസ് പി വ്യക്തമാക്കിയിരിക്കുന്നത്. ജാമ്യം കിട്ടിയത് അതിന്റെ നിയമപരമായ ഒരു സാങ്കേതിക വശം മാത്രമാണ്. അതിനപ്പുറത്തേക്ക് കൂടുതൽ തെളിവുകൾ ശേഖരിക്കുന്നതിനുള്ള ഊർജിതമായ ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ രീതിയിൽ അന്വേഷണം വളരെ വേഗത്തിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് എന്നാണോ എസ് പി പറഞ്ഞു വെക്കുന്നത്? മനു, തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ് പറയുന്നത്. നിലവിൽ ഇപ്പോൾ ഇഡിയും ഒപ്പം തന്നെ വിജിലൻസും പരസ്പരം പോരടിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അതായത് രണ്ട് കേസുകളുമായി ബന്ധപ്പെട്ട് അനീഷ് ബാബു പ്രതിയായിട്ടുള്ള ആ ഒരു കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങളും ഒപ്പം തന്നെ അനീഷ് ബാബു പരാതിക്കാരനായിട്ടുള്ള കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങളടക്കം നിലവിൽ ഇഡിയും ഒപ്പം തന്നെ വിജിലൻസ് വിശദാംശങ്ങളൊക്കെ തന്നെ നിലവിൽ അതിന്റെ രേഖകൾ ചോദിച്ചിട്ടുണ്ട്. നിലവിൽ അല്പസമയം മുൻപായിരുന്നു ഈ എസ് പി മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അതിൽ പ്രധാനമായും സൂചിപ്പിച്ചത് ഇപ്പോൾ പ്രതികൾക്ക് ജാമ്യം കിട്ടിയത് തിരിച്ചടിയായി കാണുന്നില്ല എന്നുള്ളതാണ്. വിജിലൻസ് നടത്തുന്നത് അഴിമതിക്കെതിരെ സന്ധിയില്ലാത്ത പോരാട്ടമാണെന്നും അദ്ദേഹം സൂചിപ്പിക്കുന്നു. നിലവിൽ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇഡി വിജിലൻസ് നോട്ടീസ് നൽകിയിട്ടുണ്ട്. ആ ഒരു കേസുമായി ബന്ധപ്പെട്ട് അനീഷ് ബാബുവിനെ പ്രതിയാക്കിയിട്ടുള്ള ആ ഒരു കേസുമായി ബന്ധപ്പെട്ട് അതിലെ വിശദാംശങ്ങൾ എന്താണ് എന്ന രീതിയിൽ നോട്ടീസ് നൽകിയിട്ടുണ്ട്. എന്നാൽ ആ നോട്ടീസിന് കൃത്യമായൊരു മറുപടി നിലവിൽ ഇതുവരെ വിജിലൻസിന് ലഭിച്ചിട്ടില്ല എന്നാണ് വിജിലൻസ് എസ് പി സൂചിപ്പിക്കുന്നത്. കൂടുതൽ തെളിവുകൾ സമാഹരിക്കുവാനുള്ള ശ്രമമാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയം ഇതിലെ ഒന്നാം പ്രതിയായിട്ടുള്ള ഇഡി ഉദ്യോഗസ്ഥനെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കത്തിലേക്ക് കടന്നേക്കാം. അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുന്ന ആ ഒരു കാര്യത്തിലേക്ക് കടക്കുകയാണ്. പ്രത്യേകിച്ച് ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ പരിശോധന വന്നാൽ അതിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാവും കൂടുതൽ നടപടികളിലേക്ക് കടക്കുക. അന്വേഷണം വളരെ വേഗത്തിൽ തന്നെ മുന്നോട്ട് പോവുകയാണ് എന്നാണ് വിജിലൻസ് എസ് പി മാധ്യമങ്ങളോട് പ്രതികരിച്ചത്.